ഇത് നോക്കിയാ ഗൈസ്, എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടാ. സത്യമായിട്ടും ഞാൻ തളർന്ന് ഇരിക്കുകയായിരുന്നു. പക്ഷെ ഈ കാറ്റുണ്ടല്ലോ, ഈ കാറ്റിനൊരു പ്രത്യേക ശക്തിയാണ്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ. ഇതൊക്കെ ഡേഞ്ചർ ആയിട്ടുള്ള സ്പോട്ടുകളാണ്. നമ്മൾ ഒരുപാടൊന്നും താഴോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. പ്രത്യേകിച്ച് ഇവിടെ ഗാർഡും കാര്യങ്ങളൊന്നും ഇല്ല. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് കർണാടകയും ഇപ്പുറത്ത് കേരളമാണ്. ഗൈസ്, ഇപ്പോൾ കാസർഗോട്ടെ രണ്ടാമത്തെ സ്ഥലത്ത് നമ്മൾ പോകാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് പനത്തടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് റാണിപുരത്തേക്കാണ് പോകേണ്ടത്. മിനി ഊട്ടി എന്നൊക്കെയാണ്, കേരളത്തിന്റെ ഊട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലം കൂടിയാണ് കേട്ടോ. പനത്തടിയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ബസ് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഒന്നുകിലും ഒരു ഓട്ടോ എടുക്കുക അല്ലെങ്കിൽ ഒരു ജീപ്പ് എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഷെയർ ജീപ്പിൽ പോകാനായിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കുറച്ച് ഒരു 7-8 പേര് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വണ്ടി എടുക്കും. അപ്പോൾ ഇവിടുന്ന് ഒരു 9 കിലോമീറ്ററോളം ഉണ്ട്. 7 കിലോമീറ്റർ വരെ 40 റുപ്പീസ് എന്നാണ് പറഞ്ഞത്. ബാക്കി നമുക്ക് അങ്ങോട്ട് എന്തായാലും പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. അപ്പം നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ റൂട്ട് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. കാഞ്ഞങ്ങാട് ഇറങ്ങാം. കാഞ്ഞങ്ങാടിന് നേരെ പനത്തടി, അതായത് പനത്തൂർ ബസ്സിൽ കയറിയിട്ട് പനത്തടി ഇറങ്ങാം. ഇവിടുന്ന് ഒരു ഓട്ടോയോ അല്ലെങ്കിൽ ജീപ്പോ എടുത്തിട്ട് വേണം നിങ്ങൾക്ക് നേരെ റാണിപുരം പോകാൻ കേട്ടോ. അങ്ങനെ വരാൻ പറ്റൂ. ഡയറക്റ്റ് ബസ് KSRTC 1-2 ബസ് മാത്രമേ ഉള്ളൂ. ഗൈസ്, ഇപ്പോൾ വണ്ടി എടുത്തിട്ടുണ്ട്, ഫുള്ളാണ് കേട്ടോ. അപ്പൊ നേരെ നമ്മള് റാണിപുരത്തേക്കാണ് പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും പല ലാംഗ്വേജസ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ മെയിൻ ലാംഗ്വേജ് ആണ് നമ്മുടെ ഈ മറാഠി. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ സംസാരിക്കുന്നതെന്ന്. അപ്പൊ മറാഠി ലാംഗ്വേജ് ആണ് സംസാരിക്കുന്നത് കേട്ടോ. അപ്പൊ മലയാളം മാത്രമല്ല, പല പല ലാംഗ്വേജസ് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് കാസർഗോഡ്. നമ്മൾ ട്രെക്ക് ചെയ്യുന്ന സ്പോട്ടിൻ്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്കൊരു സ്റ്റേ സെറ്റാക്കി. എന്നെ വണ്ടിയിലെ ചേട്ടൻ നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. പുള്ളി ഏറ്റവും അടുത്തുള്ള ഒരു ലൊക്കേഷൻ നോക്കി സെറ്റ് ചെയ്ത് തന്നു. നല്ലൊരു മനുഷ്യൻ കേട്ടോ. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ജീപ്പിനായത് 250 റുപ്പീസാണ് കേട്ടോ ഇവിടേക്ക് എത്തിപ്പെടാനായിട്ട്. ആൻഡ് ഇതാണ് നമ്മുടെ സ്റ്റേ. എന്തായാലും നാളെ വൈകിട്ട് വരെ നമുക്ക് എന്തായാലും ഇവിടെ സ്റ്റേ ചെയ്തേ പറ്റൂ. കാരണം ഇന്നിപ്പോൾ എന്തായാലും മല കയറാൻ പറ്റില്ല. മല കയറണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാൽ കാണാം കേട്ടോ മല. എന്നാൽ രാവിലെ പോയിട്ടേ കാര്യമുള്ളൂ. കാരണം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒരു 5 കിലോമീറ്റേഴ്സ് ട്രക്കിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സ്റ്റേ എടുത്താലേ പറ്റുള്ളൂ. കാരണം ലഗേജും കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നാളെ രാവിലെ ഞാൻ കയറും. എന്നിട്ട് ഈവനിങ് ഇവിടെ നിന്ന് തിരിച്ച് ഇറങ്ങുന്ന രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യണം കേട്ടോ. ഇത് മൗണ്ടെയിൻ മിസ്റ്റ് എന്നതാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ പേര്. അപ്പോൾ നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യാം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്താണ് കേട്ടോ. മലയ്ക്ക് ഏറ്റവും അടുത്തായിട്ടാണ് ഈ ഒരു സ്റ്റേ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ സൗകര്യമായിരിക്കും ഇവിടെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ. വൈകുന്നേരമായപ്പോൾ KSRTC ബസ്സിൽ കയറി ഞാൻ പോയത് നോർത്ത് മലബാറിലെ തന്നെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ്. റാണിപുരം വരുന്നവർക്ക് ഈ അഡ്വഞ്ചർ പാർക്കിൽ വന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്യാം. നിലവിലിവിടെ വർക്ക് നടക്കുന്നത് കൊണ്ട് ഫ്യൂച്ചറിൽ ഈ സ്ഥലം കൂടുതൽ അറിയപ്പെടുമെന്നതിൽ ഒരു സംശയവുമില്ല. ബ്രിഡ്ജിനോട് ചേർന്ന് തന്നെ ഒരു പുരാതനമായ പള്ളിയും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1000 മീറ്റർ ഉയരത്തിലാണ് ഈ മനോഹരമായ ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. പണ്ട് മാടത്തുമല എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഈ പ്രദേശം ഇന്ന് സഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രമാണ്. കർണാടകയിലെ കൂർഗ് മലനിരകളോട് ചേർന്ന് നിൽക്കുന്ന റാണിപുരം അതിൻ്റെ തണുപ്പുള്ള കാലാവസ്ഥ കൊണ്ടും നിത്യഹരിത വനങ്ങൾ കൊണ്ടും നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. പിറ്റേ ദിവസം രാവിലെ ഒരു 8:30 ഞാൻ മല കയറാൻ തുടങ്ങി. 2.5 കിലോമീറ്ററാണ് ട്രക്ക് ചെയ്യേണ്ടത്. ആവശ്യമായ സാധനങ്ങൾ മാത്രം എടുത്ത് ഒരു കുഞ്ഞു ബാഗിലാക്കിയിട്ടാണ് ഞാൻ ട്രക്കിന് വന്നത്. മല കയറി തുടങ്ങിയപ്പോൾ അത് ഏതായാലും നന്നായി എന്നെനിക്ക് തോന്നി. കാണുമ്പോൾ സിമ്പിൾ എന്ന് തോന്നുമെങ്കിലും അത്ര സിമ്പിൾ ആയിരുന്നില്ല. വഴിയിലൊരു ഇംഗ്ലീഷ് ബോർഡ് കണ്ട് ചെറുതായി ഒന്ന് പേടിച്ചു. എന്നാലും ഞാൻ എൻ്റെ യാത്ര തുടർന്നു.
ആദ്യം നമ്മളൊരു കാടിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടും കേട്ടോ. ആദ്യം കയറുന്ന സമയത്ത് തന്നെ ഒരു കാടിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടും. അപ്പോൾ അത് കുറേ നടന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരു ഓപ്പൺ ഏരിയ വരും കേട്ടോ. അപ്പോൾ ഈ ഒരു ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് കർണാടകയും ഇപ്പുറത്ത് കേരളമാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. അപ്പുറത്തെ കർണാടകത്തിൻ്റെ വനമേഖലയും ഇപ്പുറത്ത് കേരളത്തിൻ്റെ വനമേഖലയാണ്. ആൻഡ് ഹിൽ ടോപ്പിലേക്ക് ഇനി ഇവിടുന്ന് 2 കിലോമീറ്ററാണ് ഗൈസ് ഉള്ളത്. നല്ല കാറ്റൊക്കെ ആയിട്ട് എൻ്റെ ബാക്ക് സൈഡ് നോക്കിയേ, വ്യൂ ഒരു രക്ഷയില്ല ഗൈസ്. പിന്നെ നമ്മുടെ ഈ റാണിപുരം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഊട്ടി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. കാരണം അത്രയ്ക്കും തണുപ്പുള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഇവിടുത്തെ സീസൺ എന്ന് പറയുന്നത് ജൂൺ ജൂലൈ ടൈമൊക്കെയാണ് ഇവിടുത്തെ സീസൺ എന്ന് പറയുന്നത് കേട്ടോ. ഇത് നോക്കി ഉണങ്ങി കരിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പുല്ലെല്ലാം നല്ല പച്ച കളറായിട്ടുള്ള പുല്ലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ. പക്ഷേ ഇപ്പോൾ എന്താണ് ആ ഒരു മഴക്കാലമൊക്കെ ആകുമ്പോഴാണ് ഈ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഭംഗി നമുക്ക് കിട്ടുക. ഇപ്പോൾ എന്തായാലും കരിഞ്ഞ് ഉണങ്ങിയൊക്കെ നിൽക്കുന്ന പുല്ലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. പിന്നെ ഗൈസ് ഈ ഒരു സ്ഥലത്ത് ആന ഉണ്ട് കേട്ടോ. അപ്പോൾ ആന കുരങ്ങൊക്കെ ഉണ്ട്. ആക്ച്വലി ഇന്നലെ ഞാൻ താമസിച്ച സ്ഥലത്തിൻ്റെ അടുത്ത് ആന വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഉപദ്രവകാരിയൊന്നുമല്ല, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. അതുപോലെ ഗൈസ് നമ്മുടെ ടിക്കറ്റിൻ്റെ കാര്യം, ടിക്കറ്റിൻ്റെ ചാർജ് വരുന്നത് 60 രൂപയാണ് കേട്ടോ. പിന്നെ നിങ്ങൾ പ്ലാസ്റ്റിക് ബോട്ടിൽ എന്തെങ്കിലും കൊണ്ടുവരുന്നത്, ഞാൻ ഒരു ബോട്ടിൽ വെള്ളം കരുതിയിട്ടുണ്ട്. വെള്ളം ഉറപ്പായിട്ട് നിങ്ങൾ കൊണ്ടുവരണം കേട്ടോ. കാരണം 2 കിലോമീറ്റർ ആണെങ്കിൽ നമുക്കത് 5 കിലോമീറ്റർ കയറുന്ന എഫക്റ്റാണ്. കയറ്റം ഇറക്കം ഒക്കെയാണ്. അപ്പോൾ ഒരു ബോട്ടിൽ വെള്ളം എന്തായാലും കരുതണം. പറ്റുമെങ്കിൽ വെള്ളം മാത്രം കൊണ്ട് നിങ്ങൾ വന്നാൽ മതി. എനിക്ക് എൻ്റെ ക്യാമ്പിൻ്റെ സാധനങ്ങളെല്ലാം ഉണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ഒന്നും കൈവീശി വരത്തുള്ളായിരുന്നു. അപ്പോൾ അതാണൊരു കാര്യം. അപ്പോൾ 60 രൂപ ടിക്കറ്റ് ചാർജ്, 20 രൂപ കുപ്പിക്ക് കൊടുക്കണം. അത് നമുക്ക് തിരിച്ചു പോകുമ്പോൾ കുപ്പി നമ്മൾ തിരിച്ച് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ പൈസ തിരിച്ചു തരും. പിന്നെ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം, രാവിലെ 8:30ക്കാണ്, ഒരു 8-8:30 ആകുമ്പോഴത്തേക്കും ഇവിടെ ഓപ്പൺ ആവും. അപ്പോൾ രാവിലെ വരുന്നവരുണ്ടെങ്കിൽ രാവിലെ നമുക്ക് കയറിയിട്ട് വെയിൽ വരുന്നതിന് മുന്നേ തിരിച്ചിറങ്ങാം. എന്തായാലും ഒരു 2-3 മണിക്കൂർ എടുക്കും നമ്മൾ പോയി കണ്ട് എല്ലാം ആസ്വദിച്ച് തിരിച്ചു വരുന്ന സമയത്ത്. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം നിങ്ങൾ വരാനായിട്ട്. ഒരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാൻ കണക്കാക്കിയിട്ട് വേണം വരാനായിട്ട്. പിന്നെ ബസ്സിൽ വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ബസ് എപ്പോഴും ഇല്ല ഗൈസ്. അപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോൾ ഞാൻ റിട്ടേൺ പോകാൻ പോകുന്നത് 4:40 ഒരു ബസ്സിനാണ്. ആ ബസ് മാത്രമേ ഉള്ളൂ വൈകിട്ട്, അല്ലെങ്കിൽ രാവിലെ ഒരു ബസ്സുണ്ട്. അപ്പോൾ 1-2 ബസ്സുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബസ്സിൽ വരുന്നവർ അത് കണക്കാക്കി ബസ്സിൻ്റെ സമയമൊക്കെ ചോദിച്ചിട്ട് വേണം വരാനായിട്ട്. അല്ലാതെ ഇവിടുന്ന് അങ്ങോട്ട് ഒരു വണ്ടിയും കിട്ടത്തില്ല. പിന്നെ ഇവിടേക്ക് എത്തിപ്പെടാൻ ഒന്നുകിൽ ഓട്ടോ അല്ലെങ്കിൽ ജീപ്പ്, അത് നമ്മൾ പനത്തടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വിളിച്ചു കൊണ്ടുവന്നാലേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഇവിടെ നിന്ന് അങ്ങോട്ട് എന്തായാലും കിട്ടത്തില്ല. ബസ് മാത്രമേ ഒരു ഓപ്ഷനുള്ളൂ. പിന്നെ ഗൈസ് വ്യൂ ഒരു രക്ഷയില്ല ഗൈസ്. കയറി വരുമ്പോഴത്തേക്കും നമ്മൾ അത്രയും ഹൈറ്റിലോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വ്യൂ, അടിപൊളി വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുക. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ 2 ബ്രെഡും ഒരു ഓംലെറ്റും ആണ് കഴിച്ചത്. അത് തന്നെ ധാരാളം. ഒരുപാട് ഹെവി ഫുഡൊന്നും കഴിച്ചിട്ട് രാവിലെ നമുക്ക് ട്രക്കിങ്ങിന് വരാൻ പറ്റത്തില്ല. ഈ പയ്യന്മാരൊക്കെ നമ്മളെ കൂടെ ഉള്ളതാണ് കേട്ടോ. ഇവരെല്ലാം ട്രക്കിന് വേണ്ടി കയറി വന്നത്. നമ്മളെ പയ്യന്മാരെല്ലാം തിരിച്ചു പോകണം കേട്ടോ. അപ്പോൾ അവർ കുറച്ച് കയറിയിട്ട് വേറെ തിരിച്ചു പോവുകയാണ്. അപ്പം നമ്മൾ ഒറ്റയ്ക്കായി ഗൈസ്. നമ്മളെന്തായാലും യാത്ര തുടരുന്നു. ഗൈസ് അങ്ങനെ കയറ്റങ്ങൾ കയറി വരുമ്പോൾ വിശ്രമിക്കാനായിട്ട് ഇതുപോലെ ബെഞ്ച് ചെയ്തിട്ടിട്ടുണ്ട്. എന്തുകൊണ്ടും വലിയ ഉപകാരമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരിക്കാം. പക്ഷെ ഇവിടുത്തെ ഒരു വ്യൂ ഉണ്ടോ ഗൈസ്? ഓ, നമുക്ക് ഇനി ഇങ്ങനെ മുകളിലോട്ട് കിടപ്പുണ്ട് മല കയറാനായിട്ട്.
ഈ കാണുന്ന വഴിയിലൂടെയാണ് കേട്ടോ വന്നത്. ആഹാ, നല്ല തണുത്ത കാറ്റാണ്. ഈ കാറ്റടിക്കുന്നതുകൊണ്ട് വെയിലുണ്ടെങ്കിലും വളരെ വലിയൊരു ആശ്വാസമാണ് കേട്ടോ ഈ കാറ്റടിക്കുമ്പോൾ. അക്കാടും മാമലയിലാണ് നമുക്ക് പോവേണ്ടത്. എന്തൊക്കെയോ ചത്ത് കിടക്കുന്ന സ്മെല്ലുണ്ട് കേട്ടോ നല്ല രീതിക്ക്. എനിക്കറിയില്ല, എന്തോ മൃഗമോ എന്തോ ആണ്. എന്തായാലും നല്ല സ്മെല്ലുണ്ട് ഗൈസ്. അപ്പോൾ നടന്ന് നമ്മളൊരു ടോപ്പ് പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, ലൈനിങ് കണ്ടക്ടറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഷെഡ് പോലെ എന്തോ കെട്ടി വെച്ചിട്ടുണ്ട്. എനിക്കൊന്നും ഇവിടെ കടയാണെന്ന് തോന്നുന്നു ഗൈസ്. പക്ഷേ ഇപ്പോൾ ഓപ്പൺ അല്ല. ഓപ്പൺ ആയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും മേടിച്ച് കുടിക്കായിരുന്നു. എനിക്കൊന്ന് സീസണൊക്കെ ആവുന്ന സമയത്തേ ഇതൊക്കെ ഓപ്പൺ ആവത്തുള്ളൂ. കൂട്ടിയിട്ടേക്കുക. ആ കാണുന്ന മലയും കൂടെ കയറണം. നമ്മൾ വന്ന അവിടെ നിന്ന് കേട്ടോ. ഗൈസ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വന്ന സ്ഥലമൊക്കെ കാണാം കേട്ടോ. റോഡൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നിന്ന്. അയ്യോ, ഗൈസ് അങ്ങനെ നമ്മളിതാ ഏറ്റവും ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. 3400 അടി മുകളിലാണ് ഗൈസ് ഞാനിപ്പോൾ നമ്മളങ്ങനെ അച്ചീവ് ചെയ്തിരിക്കുന്നത് ഗൈസ്. ഓ, ഇത് നോക്കിയാ ഗൈസ്, ഏറ്റവും പൊന്നെ ഒരു രക്ഷയില്ല കേട്ടാ. സത്യമായിട്ടും ഞാൻ തളർന്ന് ഇരിക്കുകയായിരുന്നു. പക്ഷെ ഈ കാറ്റുണ്ടല്ലോ, ഈ കാറ്റിനൊരു പ്രത്യേക ശക്തിയാണ്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ. നല്ല തളർന്ന് വന്ന് അത് വെള്ളം കുടിച്ചാൽ മാറില്ല കൈ. ആ ഒരു തളർച്ച പിന്നെ നമ്മൾ കയറുമ്പോൾ പിന്നെ നമ്മൾ തളരും. എന്നിട്ട് ഈ ഒരു പോർഷനിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാണല്ലോ, വേണമെങ്കിൽ ഒന്നുകൂടെ മല കയറാൻ തോന്നുന്നു. അയ്യോ, അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി ഗൈസ്. അയ്യോ, എന്ത് തണുത്ത കാര്യം അറിയോ. എൻ്റെ മനസ്സ് സത്യം പറഞ്ഞ കുളിർമ കൊണ്ട് കഴിച്ച് ഞാൻ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് കഴിച്ച്. സത്യം ഇത് ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. അയ്യോ, ആ മലയിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഇറങ്ങി. ഇത് അല്ലാതെയൊക്കെ വഴിയുണ്ട് കേട്ടോ, അങ്ങോട്ടൊക്കെ വഴിയുണ്ട്, അങ്ങോട്ടേക്ക് വേണമെങ്കിൽ പോവാം. ഇവിടെ എത്തി ഡേഞ്ചറാണേ, സൂക്ഷിച്ച് കയറില്ലെങ്കിൽ പണി കിട്ടും. ഇതേ കണ്ടോ, താഴെ പോയാൽ തീർന്നു. അപ്പോൾ ഇവിടെ കമ്പി കെട്ടിയിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, താഴെ കംപ്ലീറ്റ് കൊക്കയാണ്. പോയി കഴിഞ്ഞാൽ ഒരു പൊടി പോലും കിട്ടത്തില്ല. പക്ഷേ ഈ വ്യൂ നോക്ക് ഗൈസ്. ഓരോ സ്ഥലങ്ങൾ നമ്മൾ കാണുമ്പോഴും ഇതാണ് ബ്യൂട്ടിഫുൾ എന്ന് നമുക്ക് തോന്നും കേട്ടോ. ഇത് അതിനേക്കാൾ മികച്ചതാണോ എന്ന് നമുക്ക് തോന്നും. ശരിക്കും അങ്ങനെയാണ് നമ്മുടെ ഭൂമി. നമ്മൾ പൊന്മുടി ഒക്കെ കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പ്ലേസിലോട്ട് വരുമ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് തന്നെയാണ് കേട്ടോ. ആക്ച്വലി പൊന്മുടി പോലെ തന്നെയാണ് ഈ ഒരു പ്ലേസും. പക്ഷേ പൊന്മുടിയെക്കാട്ടിയും കുറച്ചും കൂടെ പൊന്മുടിക്ക് ഇത്ര നമ്മൾ നടന്ന് ട്രക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, വണ്ടിയിൽ നേരെ ചെന്ന് ഇറങ്ങാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ 2 കിലോമീറ്റർ കഷ്ടപ്പെട്ട് നടന്ന് കയറിയാലേ പറ്റും. അതും വെറുതെ ഫ്ലാറ്റ് ടെറൈൻ അല്ല ഗൈസ്, കുന്നും മലയൊക്കെ കയറി കല്ലൊക്കെ ചവിട്ടി കുത്തനെയുള്ള ഇറക്കമൊക്കെ ഇറങ്ങി വന്നാലേ പറ്റുള്ളൂ. ഇങ്ങോട്ടൊക്കെ കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഡേഞ്ചർ ആയിട്ടുള്ള സ്പോട്ടുകളാണ്. നമ്മൾ ഒരുപാടൊന്നും താഴോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. പ്രത്യേകിച്ച് ഇവിടെ ഗാർഡും കാര്യങ്ങളൊന്നും ഇല്ല. എന്തെങ്കിലും പറ്റിപ്പോയാലും നമുക്ക് ആരും അറിയത്തു കൂടിയില്ല ഗൈസ്. പിന്നെ എന്തൊക്കെയോ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ, എന്തൊക്കെയോ പൂക്കളും കായ്ക്കളൊക്കെ ഇവിടെ നിപ്പുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ ഒക്കെ നിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻഡ് പോയിന്റ്. ഇതുവരെ ഉള്ളൂ, അവിടെ കമ്പി ഇട്ടിട്ടുണ്ട്. നമുക്ക് തിരിച്ചു പോവാം.
ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഈ മരച്ചില്ലകൾ കാണാനായിട്ട്. കണ്ടോ, ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ സൂര്യവട്ടം ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ആഹാ, എന്താ അടിപൊളിയല്ലേ. ഗൈസ്, അപ്പോൾ ഞാനിത് റാണിപുരം കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഞാൻ മാത്രമാണ് കേട്ടോ ഈ മലയുടെ മണ്ടയിൽ കയറിയത്. ബാക്കി വന്നവരെല്ലാം തിരിച്ചു പോയി. വേറെ ആരും ഞാൻ ഇതുവരെയും കണ്ടില്ല ഗൈസ്. അപ്പോൾ അടിപൊളി ട്രക്കിംഗ് ആയിരുന്നു. അപ്പോൾ നിങ്ങളും പറ്റുമെങ്കിൽ വരിക, ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ എന്തായാലും റാണിപുരം ഞാൻ കണ്ടു കഴിഞ്ഞു. ഇനി ഞാൻ നേരെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ കാസർഗോഡിൻ്റെ മറ്റൊരു സ്ഥലമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.